കരുനാഗപ്പള്ളിയിൽ വവ്വാക്കാവിലുള്ള ഹോട്ടൽ മെമ്മറീസ് ഇൻ. അവിടെയാണ് നമ്മൾ രാത്രി ഡിന്നർ കഴിക്കാനെത്തിയത്. ഇതവിടുത്തെ മെനു ആണ്. കുട്ടികൾക്കുള്ള മെനു വരെ ഇതിനകത്തുണ്ട്. അറബിക്കുണ്ട്, നോർത്ത് ഇന്ത്യൻ ഉണ്ട്, കേരളയുണ്ട്. നമ്മൾ ആദ്യമേ സൂപ്പ് പറഞ്ഞു. സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പും സ്വീറ്റ് ആൻഡ് സോർ സൂപ്പുമാണ് പറഞ്ഞത്. പലപ്പോഴും പലരും ഒരു ആപ്പറ്റൈസർ എന്ന രീതിയിൽ സൂപ്പ് കഴിക്കാറുണ്ട്. എനിക്കിത് തോന്നുന്നത് പലപ്പോഴും ഉള്ള വിശപ്പോടെ കെടുത്തുന്നൊരു സാധനമായിട്ടാണ് സൂപ്പിനെ തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ നന്നായി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് സൂപ്പ് ഒരിക്കലും കുടിക്കാറില്ല. ഇത് ഗൗതവും ഗൗരിയും ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുകയാണ്. ഫ്രഞ്ച് ഫ്രൈസ് ഇവിടുത്തെ നോക്കിക്കഴിഞ്ഞാൽ അത്ര ക്രിസ്പി എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ടേസ്റ്റിയായ ഫ്രഞ്ച് ഫ്രൈസാണ്. ഉപ്പിൻ്റെ രുചി എടുത്തറിയുന്നുണ്ട്. കുറച്ചുകൂടെ ക്രിസ്പി ആയിരുന്നെങ്കിൽ വളരെ നന്നായേനായിരുന്നു. ഇതിൽ ക്രിസ്പിനെസ് കുറച്ച് കുറവാണ്. ഇത് ചിക്കൻ ലോലിപോപ്പാണ്. ഈ ചിക്കൻ ലോലിപോപ്പ് ആക്ച്വലി ഒരു ഇൻഡോ ചൈനീസ് ഫ്യൂഷൻ ഡിഷ് തന്നെയാണ്. ഇതിൻ്റെ ഒറിജിനൽ ഇന്ത്യ തന്നെയാണ്. മീറ്റ് ബോഡിയിൽ നിന്ന് കട്ട് ചെയ്ത് ലോലിപോപ്പിൻ്റെ ആകൃതിയിൽ കൊണ്ടുവന്നുകൊണ്ടാണ് ഇതിനെ ചിക്കൻ ലോലിപോപ്പ് എന്ന് പറയുന്നത്. ഇതും അത്യാവശ്യം നല്ല ജ്യൂസി ആയിരുന്നു, പക്ഷേ കുറച്ചുകൂടെ ഇത് ഫ്രൈ ആവാനുണ്ടായിരുന്നു. കുറച്ചുകൂടെ ഫ്രൈ ആയി ക്രിസ്മസ് വന്നായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. ഇത് ചിക്കൻ ചാപ്സ്, ചിക്കൻ 65, അതുപോലെ ചിക്കൻ നൂഡിൽസ്, ചിക്കൻ ഫ്രൈഡ് റൈസ്. 65-ന് അങ്ങനെ പേര് വരാൻ കാരണം 1965-ൽ ചെന്നൈയിലെ ബുഹാരി ഹോട്ടലിലാണ് ഈ ഐറ്റം പിറന്നത്. അതുകൊണ്ടാണ് അതിനെ ചിക്കൻ 65 എന്ന് പറയുന്നത്. അതിനോട് കഴിക്കാൻ നമ്മൾ പൊറോട്ടയും അതുപോലെ തന്നെ ബട്ടർ നാനും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പൊറോട്ടയും ചിക്കൻ ചാപ്സും കൂടെ ട്രൈ ചെയ്ത് നോക്കിയാണ്. ചിക്കൻ ചാപ്സ് കൊള്ളാം, നല്ല പീസായിരുന്നു. പൊറോട്ടയ്ക്കകത്ത് എണ്ണ കുറയ്ക്കാൻ പറഞ്ഞുകൊണ്ട് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരുന്നത്. പൊറോട്ടയും ചിക്കൻ ചാപ്സും കൂടെ ഓക്കെയാണ്. ചിക്കൻ ചാപ്സിൻ്റെ മസാല നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ എന്ന ഒരു മസാലയാണ്. പൊറോട്ട കുഴയ്ക്കുന്നത് കാണുമ്പോഴാണ് അതിലെ ഓയിൽ കണ്ടൻറ്റിനെ പറ്റി നമ്മൾ ബോധവാന്മാരാകുന്നത്. നമ്മുടെ മുമ്പിൽ പ്ലേറ്റിൽ പൊറോട്ടയും ചിക്കനും അല്ലെങ്കിൽ പൊറോട്ടയും ബീഫ് കിട്ടുമ്പോൾ നമുക്ക് ആ പ്രശ്നമില്ല. ഇത് അവരുടെ ബട്ടർ നാനും ബീഫുമാണ്. പൊറോട്ട ബീഫിന് വരെ നമ്മൾ ബട്ടർ നാൻ ബീഫ് കോമ്പിനേഷൻ പരീക്ഷിക്കുകയാണ്. ഇവരുടെ ബീഫ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയുണ്ട്. പൊറോട്ടയും ബീഫും തമ്മിലുള്ള കോമ്പിനേഷൻ ഓക്കെയാണ്. കൊല്ലം ജില്ലയിലെ ഏറ്റവും നല്ല പൊറോട്ട ബീഫ് കോമ്പിനേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിസ്സംശയം പറയുന്നത് സുധാകരൻ പിള്ളയാണ്. മങ്ങാടുള്ള സുധാകരൻ പിള്ളയുടെ മരുന്നും ബീഫും പൊറോട്ടയും തന്നെയാണ്. ചില സമയത്ത് പൊറോട്ട ഹാർഡാണെങ്കിലും മരുന്ന് ബീഫ് അത്യുഗ്രൻ തന്നെയാണ്. എബോവ് ആവറേജ് പൊറോട്ടയും ബീഫുമാണ്. ഇവിടുത്തെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഓവറോൾ എബോവ് ആവറേജ് ഫുഡാണ്. ചിക്കൻ റോസ്റ്റും ബീഫും വളരെ നന്നായിരുന്നു. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഹോട്ടലാണ്